ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് സബ്ജക്റ്റാണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭരണഘടന എന്ന് പറയുന്ന ടോപ്പിക്കിൽ ആമുഖം എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് പറയാം, നമ്മളൊരു ഏതൊരു പുസ്തകം എടുത്ത് നോക്കിയാൽ ആ പുസ്തകത്തിനൊക്കെ മുമ്പിൽ എന്തുണ്ടാവും? ഒരു ആമുഖം ഉണ്ടാവും. ആമുഖം എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ പുസ്തകത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുടെ ഒരു ചുരുക്കം, അല്ലെങ്കിൽ ആ പുസ്തകം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആമുഖത്തിൽ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എന്തുണ്ട്? ഒരു ആമുഖമുണ്ട്. അപ്പോൾ എന്താണ് ഭരണഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സാരാംശം, എന്താണ് ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങളെ അല്ലെങ്കിൽ ഭരണഘടനയുടെ ആദർശങ്ങളെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആമുഖത്തിനകത്താണ്. ഇത് ടെസ്റ്റിലൊക്കെ ഉള്ളൊരു പോയിന്റാണ്. ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ ഓർമ്മിച്ച് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കളുടെ സ്വപ്നങ്ങളെയും അഭിലാഷങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നത് എന്തിലെന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ എന്തിനാണ് പറയണം? ആമുഖത്തിലാണെന്ന് പറയണം. ഇത് NCERT ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ഓർമ്മിച്ച് നോക്കുക. നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കളുടെ സ്വപ്നങ്ങളെയും അഭിലാഷങ്ങളെയും പ്രതിഫലിക്കുന്നത് ആമുഖത്തിലാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള ഭരണഘടനാ നിർമ്മാതാക്കളുടെ ആഗ്രഹം കൃത്യമായി നമുക്ക് മനസ്സിലാകുന്നത് ആമുഖത്തിലൂടെയാണ് എന്ന് വിശേഷിപ്പിച്ചത് 1949 നിയമനിർമ്മാണ സഭയിൽ വെച്ചിട്ട് BR അംബേദ്കർ ആണ്. ഇങ്ങനത്തെ പോയിന്റ്സ് ഒക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതിന്റെ ജസ്റ്റ് പോയിന്റ്സ് ഒന്ന് നോക്കാം. ഇപ്പൊ ഈ പറഞ്ഞ പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കാം. ഭരണഘടനയുടെ മഹത്തായതും ശ്രേഷ്ഠവുമായ ആദർശങ്ങളെയും മൂല്യങ്ങളെയും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആമുഖത്തിലാണ്. ഭരണഘടനാ നിർമ്മാതാക്കളുടെ സ്വപ്നങ്ങളെയും അഭിലാഷങ്ങളെയും അത് പ്രതിഫലിപ്പിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള ഭരണഘടനാ നിർമ്മാതാക്കളുടെ ആഗ്രഹം കൃത്യമായി നമുക്ക് മനസ്സിലാകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലാണ് എന്ന് 1949 ഭരണഘടനാ നിർമ്മാണ സഭയിൽ അഭിപ്രായപ്പെട്ടത് ആരാണ്? BR അംബേദ്കർ ആണ്. ഇനി ആമുഖത്തോട് കൂടിയിട്ട് ഭരണഘടന ആരംഭിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? അമേരിക്കയാണ്. അതായത് ഒരു ഭരണഘടനയിൽ ആമുഖം ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയത് ആരാണ്? അമേരിക്കയാണ്. അപ്പം ആമുഖം എന്ന കൺസെപ്റ്റ് ഇന്ത്യ എവിടുന്നാണ് കടമെടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റണം, അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ആമുഖം എന്ന് പറയുന്ന ഒരു ആശയം കടമെടുത്തിരിക്കുന്നത്. ഇത് പിന്നെ ചേരുംപടി ചേർക്കാനൊക്കെ ആ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസിൽ ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മുടെ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണം എന്ന നിർദ്ദേശം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് BN റാവു. നമ്മുടെ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണം എന്ന നിർദ്ദേശം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി BN റാവു ആണ്. ഇനി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്ന മറ്റൊരു കോൺസെപ്റ്റാണ്, നമുക്കറിയാം ആമുഖം എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് നമ്മൾ വരുമ്പോൾ, ആമുഖം എന്ന് പറയുന്നത് നമ്മുടെ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം, ജവഹർലാൽ നെഹ്റു പിന്നെ നിയമനിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറുന്നത്. അപ്പോൾ എന്താണ് ലക്ഷ്യപ്രമേയം? ലക്ഷ്യപ്രമേയം എന്ന് വെച്ചാൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്ന സമയത്ത് എന്താണ് ആ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ലക്ഷ്യങ്ങൾ എന്ന് വ്യക്തമായിട്ട് വിശദീകരിക്കുന്ന ഒരു വിഷയമാണ് ലക്ഷ്യപ്രമേയം. അപ്പം ഈ ഒരു ടോപ്പിക്കിന് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെ ചോദിക്കാം. ഈ ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ച വർഷം 1946 ഡിസംബർ 13. 1946 ഡിസംബർ 13 ഈ ലക്ഷ്യപ്രമേയം നിയമനിർമ്മാണ സഭയിൽ അവതരിപ്പിക്കുന്നത്. ആരാണ്? ജവഹർലാൽ നെഹ്റു. അപ്പോൾ ആ വർഷവും മാസവും ഡേറ്റും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. 1946 ഡിസംബർ 13. ഇനി 1947 ജാനുവരി 22 ഭരണഘടനാ നിർമ്മാണ സഭ ഈ ലക്ഷ്യപ്രമേയം അംഗീകരിക്കുന്നത്.
അപ്പം 1947 ജനുവരി 22. അപ്പം അവതരിപ്പിക്കുന്നത് 1946 ഡിസംബർ 13. അതിന്റെ തൊട്ടടുത്ത മാസമാണ്, പക്ഷേങ്കിൽ വർഷം മാറി 1947 ജനുവരി 22 ഇത് ഭരണഘടനാ നിർമ്മാണ സഭ ലക്ഷ്യപ്രമേയം അംഗീകരിക്കുന്നത്. അപ്പൊ ഈ 2 വർഷവും ഇമ്പോർട്ടന്റ് ആണ്. ഇനി ആമുഖത്തിന്റെ ശില്പി എന്ന രീതിയിൽ ചോദിക്കാം, അല്ലെങ്കിൽ ആമുഖത്തിന്റെ ഡ്രാഫ്റ്റ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച വ്യക്തി, ഇങ്ങനെ രീതിയിലൊക്കെ ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു തന്നെയാണ്. അപ്പൊ ഇതുവരെ പറഞ്ഞ പോയിന്റ്സ് ഒന്നും കൂടി ഇത് വായിച്ചു നോക്കാം. നോട്ട്സ്: ആമുഖത്തോടെ ഭരണഘടന ആരംഭിച്ച ലോകത്തിലെ ആദ്യ രാജ്യം അമേരിക്ക. ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന് നിർദ്ദേശം മുന്നോട്ട് വെച്ചത് BN റാവു. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിൽക്കാലത്ത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. ഇനി ഈ ഒരു പോയിന്റ് NCERT ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു പോയിന്റ് ആണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. 1946 ഡിസംബറിൽ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഈ പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യൻ ഭരണഘടന സമത്വം, സ്വാതന്ത്ര്യം, ജനാധിപത്യം, പരമാധികാരം എന്നീ ആശയങ്ങൾ ഉൾക്കൊണ്ടത്. ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇനി ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13. ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1947 ജനുവരി 22. ആമുഖത്തിന്റെ ശില്പി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖത്തിന്റെ പേജ് രൂപകൽപ്പന ചെയ്തത്, അതായത് ആമുഖത്തിന്റെ ഭരണഘടന നോക്കിയാൽ നമുക്ക് അതിന് നല്ല ഡിസൈനൊക്കെ ഉണ്ടാവും, ഒരു ഡിസൈനൊക്കെ ഉണ്ട്. ആ ഡിസൈനും കാര്യങ്ങളൊക്കെ രൂപകൽപ്പന ചെയ്തത് ബിയോഹർ റാം മനോഹർ സിംഹ. അതുപോലെ ആമുഖത്തിന്റെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരേൻ റൈസാദ. ആ 2 പേരുകൾ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഒന്ന്, ആമുഖത്തിന്റെ പേര് രൂപകൽപ്പന ചെയ്തത് ബിയോഹർ റാം മനോഹർ സിംഹ. ആമുഖത്തിന്റെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരേൻ റൈസാദ. ഇനി നമുക്ക് അടുത്ത പറയാനുള്ളത് ലക്ഷ്യപ്രമേയം. എന്താണ് ശരിക്കും ലക്ഷ്യപ്രമേയം? ഈ ലക്ഷ്യപ്രമേയത്തിനെ കുറിച്ചിട്ട് NCERTന്റെ 9ാം ക്ലാസ്സിലെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ +1 ടെസ്റ്റിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം 9ാം ക്ലാസ്സിലെ ടെസ്റ്റിൽ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ആണ് ഫസ്റ്റ് നോക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ പറയുമ്പോൾ ലക്ഷ്യപ്രമേയത്തിനകത്ത് എന്തൊക്കെയാണ് അവരുടെ പ്രധാന അജണ്ട, അല്ലെങ്കിൽ അവർ എന്തൊക്കെയാണ് പറയാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്ന കാര്യങ്ങളാണ് ലക്ഷ്യപ്രമേയത്തിനകത്ത് പ്രധാനമായിട്ടും നൽകിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കുവാനും അതിനായി ഒരു ഭരണഘടന തയ്യാറാക്കുവാനുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു. ഓക്കെ, സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ തയ്യാറുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയൻ ആയിരിക്കും. അതായത് ഇന്ത്യൻ യൂണിറ്റ് എന്ന് പറയുന്നത് പിന്നെ പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങൾ, പിന്നെ ഇന്ത്യൻ യൂണിറ്റിന്റെ ഭാഗമാകാൻ തയ്യാറായിട്ടുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ, ഇവയുടെ ഒക്കെ ഒരു കൂടിച്ചേർന്നിട്ടുള്ളതായിരിക്കും ഈ ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയം ഭരണ യൂണിറ്റുകളായിരിക്കും. കൂടാതെ കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാകാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടും. എന്ന് വെച്ചാൽ, അതായത് സ്വയമേ പ്രവർത്തിക്കാൻ കഴിവുള്ള യൂണിറ്റുകളായിട്ടായിരിക്കും പ്രദേശങ്ങൾ രൂപീകരിക്കുന്നത്. അതായത് ഇപ്പം മുൻപ് ബ്രിട്ടീഷുകാരൊക്കെ ഭരിക്കുന്ന സമയത്ത് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ബ്രിട്ടീഷുകാർ തന്നെയാണ്. അതായത് ആ ഒരു കേന്ദ്രമാണ് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്, മറ്റുള്ള ആൾക്കാർ അത് അതേപോലെ അനുസരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് നിലവിലുള്ള നമ്മളെ പിന്നെ ഇന്ത്യയിലെ കാര്യം എടുക്കാം. കേന്ദ്രം സ്ട്രോങ് ആയിട്ടുള്ള കേന്ദ്രമുണ്ട്. പക്ഷെ എന്നാലും സംസ്ഥാനങ്ങൾക്ക് എന്തുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള അധികാരങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പം ആ ഒരു സംഭവം തന്നെ ഇവിടെ പറഞ്ഞ പ്രദേശങ്ങൾക്ക് കൃത്യമായിട്ടുള്ള എന്ത് കൊടുത്തിട്ടുണ്ട്, അധികാരങ്ങൾ നൽകിയിട്ടുണ്ട്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നുമായിരിക്കും ഉത്ഭവിക്കുക. നമ്മുടെ സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ഭരണഘടനയിൽ നിന്നോ അല്ലെങ്കിൽ അതിന്റെ നിർമ്മാതാക്കളിൽ നിന്നോ ഒന്നുമല്ല എന്തെന്ന് വരുന്നത്.
അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരിൽ നിന്നോ ഒന്നുമല്ല, അത് ജനങ്ങളിൽ നിന്നാണെന്നാണ് ലക്ഷ്യപ്രമേയത്തിൽ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് പറയാം. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും പദവി സമത്വവും അവസര സമത്വവും നിയമത്തിനു മുന്നിലുള്ള സമത്വവും കൂടാതെ നിയമത്തിനും പൊതു ധാർമ്മികതയ്ക്കും വിധേയമായി സംസാരം, ആവിഷ്കാരം, വിശ്വാസം, ആരാധന, തൊഴിൽ സംഘടനയും പ്രവർത്തനവും എന്നീ മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. നമ്മളെ ഒരു ഭരണഘടന തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ജനങ്ങൾക്ക് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള ഇക്വാലിറ്റി അഥവാ തുല്യത നമ്മൾ ഉറപ്പുവരുത്തും. ഇനി പദവിയിലുള്ള സമത്വം, അതായത് നമ്മളെ എല്ലാവരും ഒരേ ഒരു പൊസിഷനിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ളത്, തുല്യത കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഇനി നിയമത്തിന് മുന്നിൽ ഉള്ള സമത്വം, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരായിരിക്കും എന്നൊരു കൺസെപ്റ്റ്, അതായത് ഇക്വാലിറ്റി ബിഫോർ ലോ. നിയമത്തിനും പൊതു ധാർമ്മികതയ്ക്കും വിധേയമായി സംസാരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, പിന്നെ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാന്, ആരാധിക്കാന്, അത് പ്രചരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെ എന്തെന്ന് ജനങ്ങൾക്ക് നൽകും എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ 9ാം ക്ലാസ്സിലുള്ള NCERT ടെക്സ്റ്റിലുള്ള പോയിന്റ്സിൽ പറഞ്ഞിട്ടുള്ളത്. ഇതേ സംഭവം തന്നെയാണ് +1 പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ജസ്റ്റ് അത് ഈ ഇതിലുള്ള എല്ലാ പോയിന്റ്സും ഒന്നോ രണ്ടോ പ്രാവശ്യം വായിച്ചു നോക്കിയാൽ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നെക്സ്റ്റ് ഉള്ള പോയിന്റ്സും ഒന്ന് രണ്ട് പ്രാവശ്യം വായിച്ചു നോക്കി. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലുമൊക്കെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരാൻ മാത്രമേ ചാൻസ് ഉള്ളൂ. ഇനി +1 പോയിന്റ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആണ്. ഓക്കെ, അത് നമ്മൾ പറഞ്ഞതാണ്. ഇന്ത്യ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോയിന്റിനാണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ ഭൂപ്രദേശങ്ങളുടെയും ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെയും യൂണിയന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുണ്ടായിരുന്ന മറ്റു ഭാഗങ്ങളുടെയും ഒരു യൂണിയൻ ആയിരിക്കും. നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് തന്നെയാണ്. ഇനി യൂണിയനിൽ നിയോഗിക്കപ്പെട്ടതോ നിക്ഷിപ്തമോ ആയ പ്രദേശങ്ങൾ ഒഴികെ യൂണിയനെ രൂപീകരിക്കുന്ന മുഴുവൻ പ്രദേശങ്ങളും സ്വയം ഭരണാധികാരമുള്ള യൂണിറ്റുകളായിരിക്കും. ഗവൺമെന്റിന്റെയും ഭരണത്തിന്റെയും എല്ലാ അധികാരങ്ങളും ചുമതലകളും നിർവഹിക്കുകയും ചെയ്യും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രദേശങ്ങൾക്കൊക്കെ എന്ത് കൊടുക്കുന്നുണ്ട്? അധികാരം നൽകുന്നുണ്ട്, സ്വയംഭരണ അവകാശം നൽകുന്നുണ്ട്. ഇനി സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെയും ഭരണഘടനയുടെയും എല്ലാ അധികാരവും ജനങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ജനങ്ങളിലാണ് എല്ലാത്തിന്റെയും എല്ലാത്തരം അധികാരങ്ങളും എല്ലാം ഉത്ഭവിക്കുന്നത്. നെക്സ്റ്റ്, സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി, പദവിയിലും അവസരങ്ങളിലുമുള്ള സമത്വം, നിയമത്തിന് മുന്നിലെ തുല്യത, സംസാരിക്കുവാനും പ്രകടിപ്പിക്കുവാനും വിശ്വസിക്കുവാനും ആരാധന നടത്തുവാനും തൊഴിൽ ചെയ്യുവാനും സംഘടിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്നിവ നിയമത്തിനും പൊതു ധാർമ്മികതയ്ക്കും വിധേയമായി ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഉറപ്പു നൽകുകയും സംരക്ഷിക്കുകയും ചെയ്യും. ഓക്കെ, അത് ക്ലിയർ ആണ്, ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ഇനി ന്യൂനപക്ഷങ്ങൾ, പിന്നോക്ക ഗോത്രവർഗ മേഖലകൾ, അടിച്ചമർത്തപ്പെട്ടവർ, മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ തുടങ്ങിയവർക്ക് മതിയായ സംരക്ഷണം നൽകണം. പിന്നെ അതായത് നമ്മൾ ഒരു ഭരണഘടന തയ്യാറാക്കുന്ന സമയത്ത് ഇത്തരം വിഭാഗങ്ങൾക്ക് വേണ്ടത്ര പരിഗണന കൊടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ലാസ്റ്റ് പോയിന്റ്, റിപ്പബ്ലിക്കിന്റെ ഭൂപ്രദേശപരമായ അഖണ്ഡതയും കര, കടൽ, ആകാശം എന്നിവയുടെ മേൽ അതിനുള്ള പരമാധികാര അവകാശങ്ങൾ നീതിക്കും നിയമത്തിനും അനുസൃതമായി നിലനിർത്തണം. ഓക്കെ, അതും സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ലക്ഷ്യപ്രമേയം എന്നതുകൊണ്ട് ആ ലക്ഷ്യപ്രമേയത്തിലൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള പോയിന്റ്. ഓക്കെ, ഇതിന്റെ ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ ഉണ്ടാവും. നെക്സ്റ്റ് വീഡിയോ കാണുന്നതിന് മുമ്പ് ഈ വീഡിയോയിലുള്ള എല്ലാ നോട്ടെല്ലാം എഴുതിയെടുത്തിട്ട് ഒന്നും കൂടി വായിച്ചു നോക്കുക.